പുതുക്കോട്ട കുറച്ചും കൂടി ഒരു കോമിക്കലായിരുന്നു, കുറച്ചുകൂടി ഒരു കോമഡി. ബിക്കോസ് ഞാൻ ഒരിക്കലും അല്ല, പുതുക്കോട്ടയിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ കോമഡി ട്രൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഒട്ടും. എന്ന് വെച്ചാൽ എനിക്ക് വഴങ്ങില്ല എന്നൊക്കെ ഒരു തോന്നുന്നുണ്ടായിരുന്നു. അതും എനിക്ക് മാറ്റി തന്ന ഒരു സിനിമയാണ്. അതിന് താങ്ക്സ് ടു പൊടപട്ടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞേ അതായത് ഫസ്റ്റ് ഷോട്ട്. അന്ന് ഞാൻ ഈ കൈനറ്റിക് ഹോണ്ട ഓട്ടിക്കുമായിരുന്നു. പിന്നെ കുറെ നാളായി ശരിക്കും. അയ്യോ എങ്ങനെയാ പറയാ, അങ്ങനെയൊന്നും നമ്മൾ ഈ അങ്ങനത്തെ ഇത് പറയാറില്ല നമ്മുടെ നോർമൽ സ്ലാങ്ങിൽ. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളല്ല എന്ന് മനസ്സിലാക്കി തരികയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പുതുക്കോട്ടയിലെ പുതുമളകളെ ഞാൻ പലപ്പോഴും കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ബിന്ദുജ എന്ന് പറഞ്ഞ ഒരു നടി അത് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു. കാരണം വെച്ചാൽ അത് ജസ്റ്റ് ഒരു കൂട്ടുകാരി എന്നതിൽ ഒതുങ്ങിപ്പോയി ആ മൂവി. അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായി, കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. അതല്ലാതെ ബിന്ദുജയ്ക്ക് അതിലൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പൊ അത് ബിന്ദുജിക്ക് ഒരു കോമഡി അതിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടോ ബിന്ദു ഒരു കോമഡി ചെയ്തതെന്ന് ആർക്കും തോന്നിയിട്ടില്ല. പിന്നെ ആ സീനത്തിൽ രസമുള്ള സീനായിരുന്നു. കാരണം വെച്ചാൽ ആ പട്ടി എന്ന് വിളിക്കുന്നത് ഒന്ന് കണ്ടു നോക്കാട്ടോ. ആ വായി നോക്കി അവിടെ നിൽപ്പുണ്ട്, കാലത്ത് കോളേജിൽ പോകുമ്പോ നിന്നിരുന്ന അതേ നിപ്പ്. പട്ടി അയ്യേ അയ്യേ. ആ സീനിൽ നമ്മൾ പ്രേംകുമാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അച്ഛൻ നഗരെന്തോ. പിന്നെ ജയറാമും പ്രേംകുമാറും കോംബോ അടിപൊളി വർക്കൗട്ട് ചെയ്തൊരു പടമായിരുന്നു നമ്മുടെ പുതുക്കോട്ട. ഭയങ്കര കോമഡി. ആ ബൈനോക്കുലർ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവര് വരുമല്ലോ, ഇവര് വന്നിട്ട് കാണുമ്പോൾ പറയുന്നത് എന്റെ അല്ല ഇവന്റെ ശവം എന്നൊക്കെ ജയറാം പറഞ്ഞ ഒരു സീരിയലുണ്ട്. റീൽസിലൊക്കെ ഒരുപാട് ക്ലിപ്പിംഗ്സ് ഒക്കെ നമ്മൾ കണ്ടുപോയ സീൻസ് ആട്ടോ അതിലെ.